ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വാസന്തിയും ധനനും നാട്ടുകാർ കാണിക്കിയ വിധത്തിൽ ഗേറ്റിന് നേരെയാക്കി വണ്ടി തിരിച്ചു വെച്ച് അകത്തോട്ട് കയറി വരികയാണ് കേട്ടോ. ഇതേ സമയം രാമനാഥൻ ചോദിക്കും, അല്ല നീ ഇപ്പോൾ വണ്ടിയൊക്കെ പൂജിക്കാൻ അമ്പലത്തിൽ പോയതാണ്. നല്ലൊരു കാര്യമല്ലേ, അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ ധനേട്ടൻ്റെ ജീവിതത്തിൽ നല്ലൊരു വെളിച്ചം വീശണം, അതുകൊണ്ടാണ് ഞാൻ അമ്പലത്തിൽ പോയി പൂജിച്ചത്. അത് നല്ല കാര്യം, അത് തോന്നിയത് നല്ലതെന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം രാമനാഥൻ ചോദിക്കും, ഇനി അടുത്ത പരിപാടി എന്താ? എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് തുടങ്ങണം, അല്ലെ ഇൻസ്റ്റാൾമെൻറ്റിന് എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് അങ്ങനെയൊക്കെ ഒരു ബിസിനസ് തുടങ്ങണം എന്ന് പറയുമ്പോൾ ശബരി പറയണേ അതൊന്നും നടക്കില്ല, പ്രത്യേകിച്ച് ധനേട്ടനെ കൊണ്ട് അതൊന്നും കഴിയില്ല. കാരണം ഇൻസ്റ്റാൾമെൻറ്റിനൊന്നും പഴയതുപോലെ ഇപ്പോൾ കാര്യങ്ങൾ വിജയിക്കുന്നില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാമെന്ന് പറയുമ്പോഴാണ് കേട്ടോ അപ്പുറത്തോട്ട് അനിതയും വരുന്നത്. അനിത ഇവർക്ക് രണ്ടാക്കുള്ള ചായയുമായി വരികയാണ്. അങ്ങനെ ചായ കൊടുക്കുകയാണ് അനിത. അപ്പോൾ ഉടൻ തന്നെ വാസന്തി പറയണേ, ഞങ്ങൾ വരുന്ന വഴിക്ക് കുടിച്ചതാണ്, എൻ്റെ ചായ വേണ്ട എന്ന് പറയണം. അപ്പോൾ അനിതക്ക് മുഖം മരിജാതി ആവുന്നുണ്ടെങ്കിലും കൂടി ആ ഒരു വെറുപ്പ് കാണിക്കാതെ ചായ ഇവിടെ വെക്കണം. അങ്ങനെ ശബരി വീണ്ടും ആവർത്തിക്കുകയാണ്, എന്തായാലും ചേച്ചി ധനേട്ടൻ പഴയതുപോലെ കമ്പനിയിലോട്ടൊന്ന് വരട്ടെ, കാരണം കമ്പനിയിലാവുമ്പോൾ നഷ്ടങ്ങളൊന്നും ധനേട്ടന് വരാനില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് കൊള്ളാം, എൻ്റെ ഭർത്താവ് ധനേട്ടൻ ഇനി ആ കമ്പനിയിലോട്ട് വരില്ല. കാരണം എന്താണെന്നറിയോ, ഇപ്പോഴും നിനക്കും ഈ ഇരിക്കുന്ന എൻ്റെ അച്ഛനും ഇപ്പോഴും 1,00,000 രൂപ പോയത് ഞങ്ങളിലോട്ട് തന്നെയാണോ എന്നൊരു സംശയമുണ്ട്. കള്ളം ഞങ്ങളാണോ എന്നൊരു സംശയം നിങ്ങളിലുണ്ട്. അതുകൊണ്ട് ആദ്യം നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ 1,00,000 എവിടെയെന്ന് കണ്ടെത്താൻ നോക്ക്. അത് കണ്ടെത്തി യഥാർത്ഥ പ്രതിയെ കണ്ടെത്ത്. എന്നിട്ട് ഞങ്ങളെല്ലാം ആ പണമെടുത്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ധനേട്ടനെ ഞാൻ നിന്റെ കമ്പനിയിലോട്ട് പറഞ്ഞേക്കാം, അല്ലാതെ കണ്ടു വരില്ല എന്ന് പറഞ്ഞ് അങ്ങ് പോവാണേട്ടാ. ഇവരുടെ സംസാരം കേട്ട രാമനാഥനും ശബരി എന്ത് മറുപടിയാണ് ഇവർക്ക് നൽകേണ്ടതെന്ന് അറിയാതെ രണ്ടുപേരെയും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം അമ്പിളിയെ രഘുവിനെയാണ് കാണിക്കുന്നത്. രഘു ദാസാറിൻ്റെ വീട്ടിലോട്ട് പോകാൻ ഒരുങ്ങണം. അപ്പോൾ അമ്പിളി പറയണേ, എന്തിനാണ് ദാസാറ് വിളിച്ചത്? അതൊന്നും എനിക്കറിയില്ല. എന്നാൽ നിങ്ങൾ പോകുന്ന വഴിക്ക് അച്ഛൻ്റെ അടുത്ത് പോകുന്നുണ്ടോ? ഇല്ല, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. എന്നാൽ ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക്, ഇന്നലെ ഇവിടെ ആ സ്വർണ്ണത്തെ പേര് ദയ കിടന്ന് കാട്ടിക്കൂട്ടി, അതൊക്കെ ഒന്ന് പറയുന്നത് നല്ലതാണെന്ന് പറയുമ്പോൾ അനുപമ ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ അനുപമ ഇറങ്ങി വരുന്ന രഘു കണ്ടിട്ടില്ല. അങ്ങനെ രഘു പറയാണ്, ഇന്നലെ അവൾ ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടിയത് ഏതൊരു പൊട്ടനും മനസ്സിലാവുന്ന കാര്യമാണ്. അവൾ ആ സ്വർണം ഞാൻ മോഷ്ടിച്ചു എന്ന ആ ഒരു ഇതാണ് അവളിൽ ഉണ്ടായതെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന അമ്പിളി പറയണേ, എൻ്റെ മനസ്സിലും അങ്ങനെ തോന്നി, രഘുവേട്ടനാണ് അത് മോഷ്ടിച്ചത് എന്ന് അവൾക്ക് തോന്നിയിട്ടാണ് രഘുവേട്ടനെ തിരക്കി വന്നത്. പക്ഷേ ഞാൻ രഘുവേട്ടന് വിഷമമാവണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന് പറയുമ്പോൾ അനുപം പറയണേ, എന്തിനാണ് നിങ്ങളിങ്ങനെ ആവശ്യമില്ലാതെ ചിന്തിക്കുന്നത് എന്ന് പറയണ്ട. അപ്പോൾ അത് കേൾക്കുന്ന രഘു പറയണേ, എന്താ അനു, എല്ലാത്തിനും എന്തിനും അർത്ഥം കാണുന്ന നിനക്ക്, എല്ലാം അറിയുന്ന നിനക്ക് ഞങ്ങളെ പൊട്ടിയാക്കാൻ വേണ്ടിയിട്ടാണോ, ഞങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ പറയുന്നത്? ദയ അത് തന്നെയല്ലേ മനസ്സിൽ ആഗ്രഹിച്ചത്? ആ സ്വപ്നത്തിൽ കണ്ട കള്ളൻ ഞാനാണെന്ന് അവളുടെ മനസ്സിൽ തോന്നിയില്ലേ? അത് ദയയല്ലേ? അവളുടെ സ്വഭാവം അങ്ങനെയല്ലേ? അപ്പോഴാണ് മഞ്ചാടി ഇറങ്ങി വരുന്നത് കേട്ടോ. അത് വിട്ടേക്ക് എന്ന് പറയാനിട്ടോ. എന്നാൽ ഈ സമയം ഇതൊക്കെ കേട്ട് മഞ്ചാടി പറയണേ, ദയച്ചിയെ കുറ്റപ്പെടുത്തേണ്ട രഘുവേട്ട, കാരണം ഒരു സ്വപ്നമല്ലേ, സ്വപ്നത്തിൽ പലതും കാണില്ലേ? അപ്പോൾ ഉടൻ തന്നെ അമ്പിളി പറയണേ, സ്വപ്നത്തിൽ പലതും കാണുന്നത് സത്യം തന്നെയാണ്. കാരണം സ്വപ്നത്തിൽ കണ്ടത് പിന്നീട് ആരും അത് വ്യാഖ്യാനിക്കാൻ പോവില്ല, അതാണ് സത്യം. പക്ഷേ അവളിൽ അങ്ങനെ ഒരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നെയും രഘുവേട്ടനെയും അവൾ സംശയിച്ചു എന്നല്ലേ? കാരണം അത്രത്തോളം ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ നിങ്ങളെ നോക്കി, എന്നാൽ വലിയേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് രഘുവേട്ടനും നോക്കി, എന്നിട്ട് എനിക്കും രഘുവേട്ടനും ഇത് തന്നെ കിട്ടണം എന്ന് പറയുമ്പോൾ രഘു ആകെ ടെൻഷനാവുകയാണ് കേട്ടോ. അപ്പോഴേക്കും അമ്പിളിയുടെ കരച്ചിലൊക്കെ തുടങ്ങി. അങ്ങനെ അനുപമ കണ്ണീരൊക്കെ തുടച്ചു കൊടുക്കണം. എന്താ എൻ്റെ അമ്പിളി ചേച്ചി ഇങ്ങനെ കരയുന്നത്? എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതിയിട്ട് കരയാൻ നിൽക്കുകയാണോ എന്നിങ്ങനെ പറയുമ്പോൾ മഞ്ചാടി പറയാണ്, ഇങ്ങനെ സ്വപ്നം കണ്ടെന്ന് കരുതിയിട്ട് ഇപ്പോൾ അത് പറഞ്ഞെന്ന് കരുതി എന്തിനാ അങ്ങനെ അമ്പിളി ചേച്ചി കരയുന്നത്? എടി, നീയും അവളും ഇപ്പോൾ വലിയ കൂട്ടുകാരാണ്. ആരെയാണ് സ്വപ്നം കണ്ടത് നിന്നോട് അവൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഞാനൊരു കാര്യം പറയാം, എല്ലാവരും സ്വപ്നം കാണും, അത് സ്വാഭാവികം. പക്ഷേ ആ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ വരുമ്പോഴാണ് അത് തെറ്റായി പോകുന്നത്. അത് നീ മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്തായാലും ഞങ്ങൾക്ക് ഇത് തന്നെ കിട്ടണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അമ്പിളി വീണ്ടും കരയുമ്പോൾ അവിടെ അമ്മ പറയണം, ഇങ്ങനെ കരയണ്ട, അതൊക്കെ എന്തായാലും നമ്മുടെ ദയല്ലേ, വിട്ടേക്ക്, രഘുവേട്ടൻ ഇനി ഇത് മനസ്സിലൊന്നും വെക്കണ്ട, അങ്ങനെയൊന്നും പെരുമാറണ്ട എന്നൊക്കെ പറയുമ്പോൾ രഘു പറയണില്ല, ഞാൻ ഇതുവരെ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോഴെൻ്റെ മനസ്സിൽ നിന്ന് അത് പോയി എന്ന് ഇങ്ങനെ അനുഭവം പറയണം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ മഞ്ചാടി, നീ എൻ്റെ കൂടെ പോരുന്നോ എന്നിങ്ങനെ രഘു ചോദിക്കാം. അപ്പോൾ മഞ്ചാടിക്ക് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. മഞ്ചാടി അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ്. അപ്പോൾ അത് കണ്ട ഉടൻ തന്നെ അനുഭവം പെട്ടെന്ന് കയറി ഇടപെട്ടിട്ട്, മഞ്ചാടി നീയല്ലേ രഘുവേട്ടൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് നേരത്തെ ഇറങ്ങിയത്, എന്നാൽ ഇനി നീ ഇവിടെ നിൽക്കണ്ട, രഘുവേട്ടൻ്റെ കൂടെ അത് പിന്നെ എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും
വേണ്ട, നീ ഇനി ഇവിടെ നിൽക്കണ്ട, നീ രഘുവിൻ്റെ വണ്ടിയിൽ കയറിയെന്ന് പറഞ്ഞ് ഉന്തിത്തള്ളി മഞ്ചാടി അങ്ങ് കയറ്റി വിടാണ് കേട്ടോ. രഘുവിനും അമ്പിളിക്കും ഇനി ഒന്നും തോന്നണ്ട എന്ന് കരുതിയിട്ട്. എന്നാൽ ഈ സമയം അനുപമ അങ്ങ് കയറി പോവുകയും ചെയ്തു. ഇതേ സമയം രഘുവാണെങ്കിലോ ഇങ്ങനെ പറയാണ്, ഇനി ഇതിൻ്റെ പേരിൽ നീ ഇവിടെ ഒരു വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്. ഇല്ല രഘുവേട്ട, ഞാൻ ആരോടൊന്നിനും പോകുന്നില്ല എന്ന് പറയണ്ട. ദയോട് പ്രത്യേകിച്ച് ഇത് ചോദ്യം ചെയ്യാനൊന്നും നിൽക്കേണ്ടത് വിട്ടേക്കെന്ന് പറയുമ്പോൾ, ശരി രഘുവേട്ട, രഘുവേട്ടനോട് എനിക്ക് പറയാനുള്ള കാര്യം എനിക്കും മോൾക്കും രഘുവേട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് വണ്ടി ഓടിച്ച് അപകടമൊന്നും വരുത്തി വെക്കരുത്. ഇല്ല, നീ പോയിക്കോ അമ്പിളി എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ ഇവർ കയറി ചെല്ലുമ്പോൾ ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് ദയെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അമ്പിളിയാണെങ്കിൽ ദയെ കാണുമ്പോൾ മുഖത്ത് പോലും നോക്കാതെ അമ്പിളി അങ്ങ് കയറി പോവാണ് കേട്ടോ. ഇതേ സമയം അനുപമയെ അത് ചെയ്യുമ്പോൾ, അനുചേച്ചി ഒന്ന് അവിടെ നിന്നേ, എന്താണ് ഇപ്പോൾ അവിടെ പറഞ്ഞത്, അതിപ്പോൾ നീ എന്തിനാ അറിയുന്നത്, ഞങ്ങൾ പലതും സംസാരിക്കും, എന്നെക്കുറിച്ചല്ലേ സംസാരിക്കാൻ നിങ്ങൾക്കുള്ളൂ, എന്നാൽ അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ പിന്നെ ചോദിക്കാൻ വരണ്ട എന്ന് പറയണ്ട. അത് കേൾക്കുന്ന, അതെന്താ ചോദിച്ചാൽ എന്നെക്കുറിച്ചല്ലേ നിങ്ങൾക്കിപ്പോൾ പറയാനുള്ളത്, എന്നാൽ ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ നിന്നെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ നീ ഒരു കാര്യം ചിന്തിച്ചോ, രഘുവേട്ടനെയോ അമ്പിളി ചേച്ചിയോ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അമ്മയുടെ അച്ഛൻ്റെയും സ്ഥാനത്ത് നിന്ന് നോക്കിയവരെ നീ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നീ കരയുന്ന ഒരു നാളെത്തും. പക്ഷേ അന്ന് നിനക്ക് കണ്ണീര് കൊണ്ടുപോലും നിനക്ക് അവരോട് മാപ്പ് പറയാൻ കഴിയില്ല എന്ന് പറയണേട്ടോ. അത് കേൾക്കുന്ന, അത് പറഞ്ഞിട്ട് അങ്ങ് അനുഭവം പോയി. എന്നാൽ ഈ സമയം എന്തൊരു കഷ്ടമാണ് എന്ന ഭാവത്തിൽ ദയ നിൽക്കുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിൽ വിനയനെയാണ് കാണിക്കുന്നത്. വിനയ സൈഡ് എടുത്തിട്ട് ചെന്നിരിക്കുകയാണ്. അങ്ങനെ വിനയം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, വിനയ നിന്നെ സഹായിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്, എന്നാലും സാറേ എന്നെ സഹായിക്കുകയോ എനിക്കൊരു പേപ്പർ തായോ എന്നൊക്കെ പറയുമ്പോൾ അതൊരിക്കലും നടക്കില്ല. കാരണം ഈ പേപ്പർ ഞാനൊറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമില്ല. നിൻ്റെ കേസ് കോടതി വരെ എത്തിയിരിക്കുകയാണ്. കോടതിയിൽ നിന്ന് നിനക്കൊരു NOC കിട്ടണം, എങ്കിലാണ് എനിക്ക് ആ പേപ്പർ തരാൻ പറ്റുള്ളൂ, അല്ലാതെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയണ്ട. അപ്പോൾ ഇത് കേൾക്കുന്ന വിനയം പറയണേ, എന്താ ഇനിയിപ്പോൾ ഞാൻ ചെയ്യാനൊന്നുമില്ല, നീ ഈ കേസ് കൊടുത്തവരെ കൊണ്ട് പിൻവലിക്കണം, നിൻ്റെ വേണ്ടപ്പെട്ടവർ തന്നെയല്ലേ നിനക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്, രഘുൻ ദാസൊക്കെ വിചാരിച്ചാൽ നിനക്ക് ഈ കേസ് പിൻവലിക്കുക എന്ന് പറയണ്ട. അപ്പോൾ അത് കേൾക്കുന്ന വിനയം പറയണേ, അതൊന്നും നടക്കില്ല, ഞാനിത് വിട്ടേക്കാമെന്ന് പറഞ്ഞ ഉടനെ വിട്ടേക്കാമെന്ന് പറഞ്ഞിരിക്കരുത്, അല്ലാതെ ഈ 10 ദിവസത്തിനുള്ളിൽ ഇതൊക്കെ നടക്കുമോ എന്ന് വിനയം പറയുമ്പോൾ എസ് പറയണേ, എന്തും നടക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നടക്കും, നീ ടെൻഷൻ ആവാതെ വിനയ എന്ന് പറഞ്ഞിട്ട് വിനയനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്ത് സുശീലയാണ് കാണിക്കുന്നത്. സുശീല അങ്ങനെ ദേഷ്യം പിടിച്ചിങ്ങനെ ചായ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഭാനുമ്മ അടുത്തുണ്ട്. എന്നാൽ എൻ്റെ മോൻ്റെ ഒരു വിധി ആലോചിച്ച് നോക്കുകയാണ്. കല്യാണം നടക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെയൊന്നും വന്നല്ലോ, അതിനെന്താ സുശീല നിന്നേക്കാ ടെൻഷൻ, ആ സച്ചിക്കുണ്ട്, ആ സച്ചിയുടെ മകൾക്ക് ജാതകദോഷം ഉള്ളതല്ലേ, അവരെന്തായാലും വിവാഹം നടത്തും, വിവാഹം നടത്താതിരിക്കില്ല, അതെനിക്ക് നന്നായി അറിയാം, വിവാഹം നടത്തുകയും ചെയ്യും, പക്ഷെ ആർഭാട കല്യാണം ഉണ്ടാവില്ലല്ലോ, അതിലെന്താ കാര്യം, എന്തൊരു കഷ്ടമാണ്, അങ്ങേർക്ക് ഇപ്പോഴാണ് ചാവാൻ കണ്ടത് എന്നൊക്കെയാണ് സുശീല പറയാനായിട്ട്. അപ്പോൾ ഉടൻ തന്നെ സോന പിറകിൽ വന്ന് നിൽക്കുന്നത് സുശീല കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ തന്നെ ഭാനുമ്മ പറയാണ്, ആഹാ നിനക്കിപ്പോൾ ആർഭാട കല്യാണത്തിനാണോ, പിന്നെ ഞാനിപ്പോൾ ഈ കല്യാണത്തിന് തന്നെ സമ്മതം മൊഴിയിരിക്കുന്നത് എന്താ വെച്ചുണ്ടോ, പണ്ട് സച്ചിയുടെ വീട്ടിൽ വേലയ്ക്ക് പോയിരുന്ന വേലക്കാരത്തിയായിരുന്നു ഞാൻ, ആ വേലക്കാരത്തിയുടെ മകനെ തന്നെ ഇവർക്കിപ്പോൾ ഇന്ന് മരുമകനായി വേണമെന്ന് പറയുമ്പോൾ സുശീലയെ ആളുകൾ നോക്കുന്ന ഒരു നോട്ടമുണ്ടല്ലോ, ആ ആളുകൾ ഇത്രയും വലിയൊരു സൗഭാഗ്യം സുശീലയെ തേടി വന്ന് എന്നുള്ള ആ ഒരു നോട്ടമുണ്ടല്ലോ, വരുന്നവരും പോകുന്നവരൊക്കെ അവിടെ ഇന്ദുവിനെ എല്ലാവർക്കും നോക്കുക, എന്നെ ആയിരിക്കും നോക്കുക, സുശീലയുടെ ഭാഗ്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം ഭാനു അമ്മ പറയണേ, എന്നാൽ സുശീല നീ ആ അമ്പലത്തിൽ പോയിട്ട് നിനക്ക് ദൃഷ്ടിദോഷം തട്ടാതിരിക്കാനുള്ള ഒരു ഏലസ് കെട്ടിയേക്ക്, അല്ലാതെ നിനക്കിപ്പോൾ കല്യാണം എന്താണ് അവിടെ മരിച്ചു എന്നുള്ളതൊന്നല്ലല്ലോ പ്രശ്നം, ആർഭാട കല്യാണം നടത്തിയ ആളുകളുടെ മുന്നിൽ നിനക്ക് വലിയ പേര് കിട്ടണമെന്നല്ലേ, അപ്പോൾ ഏലസ് കെട്ടിപ്പോയിക്കോ. അത് കേട്ട ഉടൻ തന്നെ സോന അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സോനയുടെ ഈ ചിരി കേൾക്കുമ്പോൾ സുശീല നോക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ, എന്താ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, അവരവിടെ മരിച്ചു കിടക്കുമ്പോൾ സുശീല നീ വിചാരിക്കുന്ന ആർഭാട കല്യാണം നടത്തിയില്ലെങ്കിൽ നിൻ്റെ മകൻ്റെ കല്യാണം നടന്നാൽ പോരെ എന്നല്ലേ നിനക്കുള്ളത്, എന്തായാലും നീ ഒരു ഏലസൊക്കെ കെട്ടേക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സോന വീണ്ടും ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ, എൻ്റെ മകളാണെങ്കിൽ എൻ്റെ നാശം കാണാൻ വേണ്ടി ഇരിക്കുന്നവളാണ്, എനിക്കൊരു നാശം വന്ന് അവൾ ചിരിക്കും, എന്നെ കളിയാക്കി ചിരിക്കും, അതൊക്കെയല്ലേ അവളുടെ പണി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഇത് കേട്ടിട്ട് ഭാനുമ്മ പറയണേ, എടി നീ എന്തിനാടി ഇപ്പോൾ ചിരിച്ചത്, നിനക്കിപ്പോൾ അതിൻ്റെ വലിയ ആവശ്യം ഉണ്ടായിരുന്നോ, ഞാൻ ഇവളുമായി സംസാരിക്കുമ്പോൾ നീ എന്തിനാ ചിരിച്ചത് എന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സോന പറയാണ്, അമ്മയുടെ ഒക്കെ ഒരു കാര്യം ആലോചിച്ച് നോക്കുക, സത്യേട്ടൻ്റെ വിവാഹം നടന്നാൽ പോരെ, എടി അവനൊരു 2ാം കെട്ടുകാരനാണ്, അവൻ്റെ വിവാഹം ആർഭാടത്തോടു കൂടി ഒരു പ്രാവശ്യം നടന്നതാണ്, ഈ കല്യാണം ആർഭാടത്തോടു കൂടി ഞാൻ ആഗ്രഹിക്കുന്ന നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അവനും ഈ പറയുന്ന സച്ചിയുടെ മകളും കൂടി കല്യാണം കഴിച്ച് എനിക്ക് വലിയ ഗുണമൊന്നുമില്ല, എന്നാൽ
ഇതിലും നല്ലത് സുധൻ്റെ മകളല്ലേ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സോനയ്ക്ക് പുച്ഛമാണ് തോന്നുന്നത്. അപ്പോഴാണ് കൈ കഴുകുന്ന ഒരു ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ഇന്ദ്രൻ വന്നു എന്ന് മനസ്സിലാക്കിയ സുശീല പുറത്തോട്ട് വരികയാണ്. മോനെ നീ എപ്പോൾ വന്നു എന്നൊക്കെ ചോദിച്ചിരിക്കുകയാണ്. എന്തായി സച്ചിയുടെ വീട്ടിലോട്ട് നമുക്ക് സഞ്ചയനം കഴിയുന്നതിൻ്റെ മുന്നേ പോകണം, എന്നിട്ട് അവരോട് കല്യാണത്തെക്കുറിച്ച് ചോദിക്കണം, കല്യാണം നല്ല ആർഭാടത്തിൽ നടത്തണം, അതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ എന്തിനാണ് അമ്മ ഇനി പോകുന്നത്? അത് ആവശ്യമാടാ, സത്യൻ്റെ കല്യാണം എന്താ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അത് സച്ചി സാറിന് അറിയാലോ, സച്ചി സാറിൻ്റെ മകളുടെ കല്യാണമല്ലേ, എത്രത്തോളം നന്നായി നടത്തണമെന്ന് സച്ചി സാറിന് ആഗ്രഹം ഉണ്ടാവില്ലേ, നമ്മൾ എന്തിനാ അതിലൊക്കെ ഇടപെടുന്നതെന്ന് പറയണ്ട. അപ്പോഴും സോനയും ഈ പറയുന്ന ഭാനുമയും കൂടെ ഉണ്ട് കേട്ടോ. അല്ലടാ, വേറൊരു കാര്യം ചോദിക്കാൻ മറന്നു. നിന്റെ ഭാര്യ നിനക്ക് വിളിച്ചിരുന്നോ? ഇല്ല. നീ അങ്ങോട്ട് വിളിച്ചിരുന്നോ? ഇല്ല. ഞാൻ അങ്ങോട്ടുമില്ല, അവൾ ഇങ്ങോട്ടുമില്ല. അതെന്താടാ? അനന്തമാഷ് ഇനിയിപ്പോൾ എന്ന് പറയുമ്പോൾ സോനയുടെ കുഞ്ഞ് കരഞ്ഞത് കൊണ്ട് തന്നെ സോന അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അതിന് തറുതല പറയാൻ സോനയ്ക്ക് കഴിയുന്നില്ല. അപ്പോൾ ഭാനുമ്മയാണ് അവിടെ ഉള്ളത്. അനന്തമാഷ് ഇനിയിപ്പോൾ വേറെ മരുമക്കളെ തേടിയെന്നുണ്ടോ? സാധാരണ ഈ വീട്ടിലോട്ട് താമസം മാറുമ്പോൾ ഭാര്യ എന്ന നിലയ്ക്ക് അവൾ നിന്നെ വിളിക്കണ്ടേ, നിന്നോട് വിവരം പറയണ്ടേ? നിന്റെ കുഞ്ഞല്ല അവളിലുള്ളത്, നിന്റെ കുഞ്ഞ് എവിടെയാണ് താമസിക്കുന്നത്, അവൾ എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ അറിയണ്ടേ എന്നൊക്കെ പറയുമ്പോൾ അതമ്മയെന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അനന്തം മാഷിൻ്റെ 5 പെൺമക്കളും അനന്തം മാഷിനെ തള്ളിക്കളയുന്ന ആ നിമിഷം ഇനി വരും. അത് വരും അങ്ങേർക്ക്. അങ്ങേരുടെ സ്വഭാവം അങ്ങനെയാണ്. അങ്ങേർക്ക് അത് വരാതിരിക്കില്ല. ഇതിൻ്റെ ചെവിയിൽ നുള്ളിക്കോ, എൻ്റെ പേര് സുശീല എന്നല്ല, എൻ്റെ പേര് ഞാൻ മാറ്റിയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ. പക്ഷെ അതവിടെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് സുശീലക്ക് അറിയില്ലല്ലോ. അങ്ങനെ സുശീല അവിടെ നിന്ന് പോകുമ്പോൾ ഭാനുമ്മ ഇന്ദ്രനോട് പറയണേ, എടാ അത് നിൻ്റെ അമ്മയ്ക്ക് എന്താ പ്രശ്നം എന്നറിയോ? അപ്പോഴേക്കും സുശീല അടുക്കളയിൽ നിന്ന് പാഞ്ഞു വരണേ. എന്നിട്ട് കസേര എടുത്ത് അവിടെ ഇങ്ങനെ നീക്കണം കേട്ടോ. നിങ്ങളെൻ്റെ കുറ്റം പറയാൻ പോകല്ലേ എന്നിങ്ങനെ ചിന്തിച്ചിട്ട് എന്നിട്ട് അവിടെ നിന്നങ്ങ് സുശീല വീണ്ടും പോയോടെ തന്നെ, എടാ നിൻ്റെ അമ്മയുടെ പ്രശ്നം ഇവിടെ അനന്തം മാഷ് നന്നായി എന്നുള്ള ആ ഒരു ഇതാണ്. അപ്പോൾ ഈ അനുപമയെ ആവശ്യമുണ്ട്. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ അനുപമ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുന്നേ ഈ ഒരു സ്വത്ത് മുതൽ അനുഭവക്ക് കിട്ടുകയാണെങ്കിൽ അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയിരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയണേ, എന്തായാലും കുഴപ്പമില്ല, എൻ്റെ അമ്മ അവളിലോട്ട് പോവാൻ എന്നോട് പറയുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ ആശ്വാസം എന്ന് പറയാനേട്ടോ. പിന്നീടാണെങ്കിൽ സത്യനെയും ഷ്യാമിനെയും കാണിക്കുന്നത് അവർ ഗോകുലിൻ്റെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ്. അതായത് ഷ്യാമിൻ്റെ അല്ല ഈ സഞ്ജയന ഈ മരണ വീട്ടിലോട്ട് അവർ ചെന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ചിയോട് ചെന്നിട്ട് ഗോകുൽ പറയണം, അച്ഛാ ഇതാ സത്യനും ഷ്യാമും വന്നിരിക്കുന്നതെന്നൊക്കെ പറയണേ, എന്താ നിങ്ങൾ വായോ വല്യമ്മാവിനെ കാണാമെന്ന് പറയാൻ അകത്തോട്ട് ചെല്ലാണ്ട്. അപ്പോൾ അയാൾ അവിടെ നിന്നിങ്ങനെ ആളുകളോട് സംസാരിക്കുകയാണ്. എന്നിട്ട് സച്ചി എന്നിട്ട് പറയാണ്, ഇതാണ് ഇന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ എന്നൊക്കെ ഇങ്ങനെ പറയണം. ആഹാ കൊള്ളാലോ, രണ്ടാളും നല്ല മാച്ചാണ്. ഇതാരാ എന്ന് ചോദിക്കുമ്പോൾ സത്യം പറയണേ, ഇതെൻ്റെ പെങ്ങളുടെ ഭർത്താവാണ്. കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കുക, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ദു നീ ഒന്ന് ആക്കി കൊടുക്കുക സച്ചിൻ പറയുന്നു കേട്ടോ. അങ്ങനെ അവരിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയാണ്, എന്തായാലും വല്ലാത്തൊരു കഷ്ടം, വിവാഹ സമയത്ത് തന്നെ ഇങ്ങനെയൊക്കെ വന്നു. അപ്പോൾ സാവിത്രി പറയാണ്, വിവാഹം അടുക്കുന്നോറും ഓരോ പ്രശ്നങ്ങളാണ്, എൻ്റെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഇന്ദു വീണ്ടും കയറി വരുന്നത്. അപ്പോൾ ഇന്ദുവിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സത്യനെ അങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ.